ഓം ശ്രീ സായിരാം. എല്ലാമായ സർവദേവത അതീത സ്വരൂപനായ അവതാര പരമ്പരയിലെ പ്രേമാവതാരമായ സായീശ്വരന്റെ സായി കൃഷ്ണന്റെ തൃപാദങ്ങളിൽ സർവവും സമർപ്പിക്കുന്നു. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനമാണ്. ഭഗവാന്റെ ജന്മദിന മാസമാണ്. 100-ാം ജന്മ വിശിഷ്യ 100 എന്നുള്ളതാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ പരിവേഷ നൽകുന്നതാണ്. സർവോപരി ഭഗവാൻ ലവ് ഇൻ ആക്ഷൻ, സാക്ഷാൽ പ്രേമസ്വരൂപൻ. മറ്റവതാരങ്ങളെല്ലാം അവതാര കാലഘട്ടത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആയുധം എടുക്കേണ്ടി വന്ന അവസ്ഥയിൽ ഭഗവാൻ മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് മൂടി, സ്നേഹത്തിലൂടെയുള്ള പരിവർത്തനമാണ്. നമുക്കറിയാം, എന്ത് തെറ്റ് സംഭവിച്ചാലും സ്നേഹമുണ്ടെങ്കിൽ അത് സ്നേഹമാകുന്ന തുണി കൊണ്ട് മാറ്റി കളഞ്ഞാൽ മാഞ്ഞു പോകുന്നതാണ് നമ്മളുടെ പക, വിദ്വേഷം, മറ്റെല്ലാം നെഗറ്റീവ്സ്. അപ്പൊ അത്തരത്തിൽ മാനവ ഹൃദയത്തെ പ്രേമപൂരിതമാക്കാൻ കൂടെയാണ് ഭഗവാന്റെ രഥയാത്ര ഇപ്പോ കേരള പര്യടനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഭഗവാന്റെ ആ ദിവ്യരഥം കേരളക്കരയാകെ പ്രേമ പ്രഭാപൂരിതമാക്കി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മുടെ ചില തോന്നലുകൾ എന്ന് പറയുമ്പോൾ പുട്ടപർത്തിയിൽ നമ്മൾ സെക്യൂരിറ്റി ചെയ്യാറുണ്ട്, ഭഗവാൻ അകമ്പടി സേവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടാവും പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതുമായ ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കുരുക്ഷേത്രത്തിൽ പറഞ്ഞല്ലേ, കർമ്മമണ്ഡലത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ട ചില ഡ്യൂട്ടികൾ നമ്മളെ വിട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ പിന്നിലുള്ള ഭഗവാന്റെ ഉദ്ദേശം. അപ്പൊ അത്തരത്തിൽ നോക്കിയാൽ വളരെ ഗംഭീരമായി കേരളത്തിൽ രഥം കടന്നു പോകുന്നുണ്ട്. ഇനി ഈ കടന്നുപോകലിന്റെ മാറ്റങ്ങൾ ഇവിടെ നമ്മൾ അതിന്റെ പ്രതിധ്വനി ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. അപ്പോഴേ ഭഗവാന്റെ സെന്റിനറി സെലിബ്രേഷൻ അർത്ഥവത്താകുകയും നമ്മൾ എന്തൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന സ്നേഹമാകുന്ന തൂവാറ കൊണ്ട് മാച്ച് കളഞ്ഞ് നമ്മൾ കൂടുതൽ ഐക്യത്തോടെ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലൂടെയാണ് രഥത്തിന്റെ യാത്ര. ചില പ്രതികൂല കാലാവസ്ഥകളിലും രഥഘോഷയാത്ര വളരെ ഭംഗിയായി, ശരിക്കും പറഞ്ഞാൽ ചില പ്രതികൂല കാലാവസ്ഥകളും പ്രതിസന്ധികളും ഉണ്ടായെങ്കിലും ഭഗവത് കൃപയാൽ ഇതെല്ലാം നമ്മുടെ കയ്യിലല്ല, എല്ലാം ഭഗവാനാണ് നോക്കുന്ന തരത്തിൽ വളരെ ഗംഭീരമായി ഭഗവാനെ സ്വീകരിക്കാനും ഭഗവാന്റെ യാത്ര അയക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ യാത്ര അയപ്പ് നമ്മൾ അവരവരുടെ ഹൃദയങ്ങളിലേക്ക് ഭഗവാൻ പ്രവേശിച്ച രീതിയിൽ ആണ് നമുക്കിവിടെ അനുഭവപ്പെട്ടത്. എന്തായാലും വളരെ ഗംഭീരമായി ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്ട്രിക്റ്റുകാര് ആദ്യം ഡിസ്ട്രിക്റ്റിന്റെ നോട്ടീസിൽ അറിഞ്ഞോ അറിയാതെയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊണ്ടുപോയത്. ഭഗവാൻ അത് ഗ്രേസോടുകൂടി അത് പെർമിറ്റ് ചെയ്തു എന്നുള്ളതും ഏറ്റവും വലിയ ഭഗവാന്റെ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും കരുണയുടെയൊക്കെ ഒരു അടയാളം കൂടിയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മെ പ്രേമം കൊണ്ട് എന്താ പറയുക, ആനന്ദത്തിൽ ആറാടിക്കുന്ന ആ ഭഗവാന്റെ സന്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തി ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സായി ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ കർത്തവ്യം. ലവ് തന്നെയാണ്, ലവ് ഓൾ സെർവ് ഓൾ. ഇത് തന്നെയാണ് നമ്മുടെ മുഖമുദ്രയും നമ്മുടെ ആപ്തവാക്യമെല്ലാം. ഇത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക, കരങ്ങളിലൂടെ വെളിയിലേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ് മർമ്മവും അതിന്റെ തത്വവും. അപ്പൊ ഇത്തരത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സംഘടന എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തൂൺ എന്ന് പറയുന്നത് സമിതികൾ തന്നെയാണ്. അപ്പൊ സമിതികളിലുള്ള പ്രവർത്തനങ്ങൾ പ്രോജ്വലമാക്കാൻ ഭഗവാൻ എല്ലാവിധ ശക്തിയും നമ്മളെ നോബിളും ഏബിളും പ്രാപ്തരും പരിശുദ്ധരുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ രഥഘോഷയാത്ര, ദിവ്യരഥ ഘോഷയാത്ര ഒരു ടീം വർക്കിന്റെ റിസൾട്ടാണ്. നമുക്ക് എല്ലാവരെയും വിളിച്ച് ആദരിക്കാനോ അനുമോദിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന കണക്ക് ആദ്യ അവസാനം ഭഗവാന്റെ രഥത്തിന്റെ തേരാളിയായി വണ്ടി ഓടിക്കുകയും ഒപ്പം എന്താ പറയുക, നമ്മൾ പൈലറ്റ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക, അത്തരത്തില് സഹചാരിയായി കൂടെ ഉണ്ടായിരുന്ന നന്ദകുമാറും സാരഥിയായ കൃഷ്ണകുമാറും എത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മളെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ നിശബ്ദമായി പ്രവർത്തിച്ച ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മണിക്കുട്ടൻ എത്തി. ഇപ്പൊ ഇവരെല്ലാം സാക്ഷി നിർത്തി നമ്മൾ ഈ ടീമിനെ അംഗീകരിക്കുന്നതായിട്ട് കണക്കാക്കി നമ്മുടെ മലയങ്കീഴ് സമിതിയിൽ അംഗമായ ഭഗവാന്റെ രഥം തെളിയിച്ച
ശ്രീ കൃഷ്ണൻകുട്ടി നായർക്ക് ആദരം നൽകുന്നതായിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ്, നമ്മുടെ മുൻ ഇവിടുത്തെ കൺവീനറും ഇവിടുത്തെ അംഗവുമായ വിനോദ് ബാബു സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അത് സ്നേഹാദരം ഏറ്റുവാങ്ങാനും അദ്ദേഹത്തെ സ്നേഹാദരം ക്ഷണിക്കുന്നു. ഒപ്പം സാറിന്റെ DP-യുടെ കൂടെ നന്ദകുമാറും മണിക്കുട്ടനും കൂടെ വന്ന് സഹായം. ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അശക്തനാണ്. ഒരു പ്രധാനമായൊരു മൊഴിയുണ്ട്, മൂകൻ തേൻ ഉണ്ടതുപോലെ. അത് നമ്മുടെ കൊളോക്കിയൽ ഭാഷയിലാണ്. മൂകൻ തേൻ കഴിച്ചതുപോലെ. മൂകന് സംസാരിക്കാൻ നിവൃത്തിയില്ല, ക്യാപ്പബിലിറ്റി ഇല്ല, ഇൻകേപ്പബിളാണ്. അതേസമയം തേൻ നുകർന്നു കഴിഞ്ഞു. തേനിന്റെ ആ മധുരവും അതിന്റെ സ്വാദും ആസ്വദിച്ചു എന്നുള്ളതൊരു സത്യമാണ്, അത് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത് പറയാൻ പറ്റില്ല. അത് ഒരാളുടെ പറയാൻ ഇൻകേപ്പബിൾ ആണ്. ബിക്കോസ് ഹീസ് സംസാരിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. ഇതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. സകലയിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സ്വരൂപമായ ഭഗവാൻ അനന്ത പത്മനാഭൻ തന്നെയാണ് ശ്രീ സത്യസായി ബാബ എന്ന് യാതൊരു സംശയവും സംസാരിക്കുന്ന ആളിന്. കൈലാസത്തിലെ കൈലാസപതിയാണ്, സാക്ഷാൽ പരമേശ്വരനാണ്. ദ പാരമൗണ്ട് ഗോഡ് എന്ന് പറയുന്നതാണ് പരമേശ്വരൻ. പാരമൗണ്ട്, അൾട്ടിമേറ്റ് ഗോഡ്, പരമേശ്വരൻ, പരമമായ ഈശ്വരൻ. ആ ഈശ്വരൻ ഭഗവാൻ സത്യസായി ബാബയാണ്. ആ അർത്ഥത്തില് നമ്മൾ ഉൾക്കൊണ്ട് വിശ്വസിച്ചാൽ ആ അർത്ഥത്തിൽ തന്നെയാണ് നമുക്ക് അനുഗ്രഹം കിട്ടുക. ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ ദിനചര്യകൾ. അത് ഓരോരുത്തരും ഏത് ഭാവത്തിൽ, ഏത് അർത്ഥത്തിൽ, ഏത് അളവിലാണ് ഓരോ ഈശ്വരനെ ഉൾക്കൊള്ളുന്നത് അതനുസരിച്ച് യാതൊരു സംശയമില്ല. അനന്ത പത്മനാഭൻ തന്നെയാണ് ഭഗവാൻ സത്യസായി ബാബ. സ്വാമി ഇവിടെ എഴുന്നള്ളി അതില് ഒന്നും നമുക്ക് പ്രത്യേകമായിട്ട് മലമറിച്ച കാര്യങ്ങളൊന്നും സത്യസായി സേവാ സംഘടനയുടെ ജില്ലാ ടീമിന് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊരു സത്യമാണ്. ടെൻഷൻ ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അസത്യമാണ്. എങ്ങനെയാണ് ഈ 4 ദിവസവും ഇത്രയും 20 പരം സ്വീകരണ സ്ഥലങ്ങൾ ജില്ലയിൽ 4 ദിവസം, ഏറ്റവും കൂടുതൽ ദിവസം തിരുവനന്തപുരം ജില്ലയിലാണ്, ഏറ്റവും കൂടുതൽ സ്വീകരണം നൽകുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്, ഏറ്റവും കൂടുതൽ പ്രോഗ്രാമും തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള കരുത്തും ഊർജവും റിസോഴ്സും നൽകിയത് ഭഗവാനാണ്. 21-ാം തീയതി 22-ാം തീയതി നമ്മുടെ ജില്ലയിൽ ഭഗവാൻ പ്രവേശിച്ചു. 21-ാം തീയതി വരെയും ഉള്ള കാര്യങ്ങൾ ഒരു മനസ്സോടുകൂടി എല്ലാ സായി പ്രവർത്തകരും, അതിൽ ആരും മാറ്റി നിർത്തുന്നില്ല. ജില്ലാ കോർഡിനേറ്റേഴ്സ് ഒപ്പം ഉണ്ടായിരുന്നു. ജില്ലാ കോർഡിനേഷൻ, ജില്ലാ ടീം അഹോരാത്രം കൂടെ ഉണ്ടായിരുന്നു. അവരില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ല, കാരണം ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. എല്ലാവർക്കും എന്തോ സ്വാമി വരുന്നു, സ്വാമിയുടെ കാര്യങ്ങൾക്ക് വളരെ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കണം, ചെയ്യണം എന്നൊരു നിഷ്ഠ എല്ലാവരിലും ഉണ്ടായിരുന്നു. അത് എല്ലാ ഭക്തജനങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലാ സമിതി പ്രവർത്തകരിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ പോലും ആദ്യത്തെ ഒരു ദിവസം ഒരു മഴ അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴയൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. പങ്കാളിത്തം, നല്ല ഭക്തജന പങ്കാളിത്തം ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സ്വാമി നടത്തി. നമ്മുടെ ആരെയും മിടുക്കല്ല, സ്വാമിയാണ് ഇതിന്റെ മൊത്തം കർത്തൃത്വം. നമുക്ക് യാതൊരു കർത്തൃത്വവും ഇല്ല. നമ്മൾ നിന്നു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ
നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഭഗവാൻ തരികയാണ് ചെയ്യുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി സ്വാമി തന്നു. ആ ഓപ്പർച്യൂണിറ്റിയെ മലിനപ്പെടുത്താതെ പവിത്രമായി പ്രാർത്ഥനാപൂർവം ചെയ്യാൻ നമ്മളെ പ്രാപ്തി ഉള്ളവരാക്കി മാറ്റണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന സ്വാമി തീർച്ചയായിട്ടും പൂർത്തീകരിച്ചെന്നു. അപ്പൊ എത്ര ജന്മം കൊണ്ട് പോലും നമുക്കിതിന്റെ കടപ്പാട് തീരുകയില്ല. ഉത്തരോത്തരം നമ്മൾ നന്നായിട്ട് സ്വാമി പറയുന്ന കാര്യങ്ങൾ, പ്രധാന കാര്യം ചിന്തിക്കേണ്ടത്, സത്യസായി സേവാ മന്ദിരം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക കേന്ദ്രങ്ങളെക്കാൾ ഉപരി അതൊരു സേവന കേന്ദ്രങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ സ്വാമിക്ക് ഏറ്റവും പ്രസാദിക്കുന്നത് ഇവിടെ ഒരുപാട് ഭജനകളോ ഒരുപാട് ആധ്യാത്മിക പാരായണങ്ങളോ നടത്തുന്നു, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്വാമി ഈ കലിയുഗത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ അത്യാവശ്യം നാമസങ്കീർത്തനം നടത്തിയിട്ട് മുഴുവൻ സമയം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ്. മുഴുവൻ സമയം നിങ്ങൾ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഒരു ത്യാഗബുദ്ധി നമ്മളിൽ അങ്കുരിക്കും. ത്യാഗബുദ്ധി നമ്മളിൽ അങ്കരിക്കുമ്പോൾ ഭഗവത് പ്രസാദം നമുക്ക് ക്ഷിപ്രം, എളുപ്പം നമുക്ക് കരകരമാവും. ഇതാണ് കലികാലത്തിലെ ആധ്യാത്മികമായ ഏറ്റവും സ്വീകാര്യമായ ഒരു അനുഷ്ഠാനപരമായ ഒരു പാത. അതാണ് സ്വാമി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിഷ്കർഷിച്ചിരിക്കുന്നത്. സത്യസായി മന്ദിരങ്ങളെല്ലാം സേവന കേന്ദ്രങ്ങളാണ്. സത്യസായി മന്ദിരങ്ങളെല്ലാം സേവന കേന്ദ്രങ്ങൾ. സ്വാമി പറയുന്നു, നിങ്ങൾ എനിക്ക് മന്ദിരങ്ങൾ പണിയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങൾ മന്ദിരം പണിയേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ മന്ദിരം പണിയുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം, നമ്മൾ അവിടെ മലിനമാക്കാതെ പവിത്രമാക്കി ചിന്താ, വാക്ക്, പ്രവൃത്തികളും കഴിയുന്നത്ര സേവനങ്ങളും നടത്തി അങ്ങനെ ഭഗവാൻ പറയുന്ന പോലെ സമിതി മന്ദിരങ്ങൾ സേവന കേന്ദ്രങ്ങളായി മാറുമ്പോഴായിരിക്കും സ്വാമിക്ക് കൂടുതൽ ഇഷ്ടവും പ്രസാദവും നമുക്ക് ലഭിക്കാം. അതിലേക്ക് ഈ 2026 കൂടുതൽ സേവനം ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ബന്ധപ്പെട്ട ആളുകളല്ല ചെയ്യേണ്ടത്. അത് നമുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അർഹതയുള്ള ആൾക്കാരെ കണ്ടെത്തി നമ്മൾ സേവനം ചെയ്യുക. അതോട് സ്വാമി സത്യനാരായണൻ നമുക്ക് പ്രസാദിക്കും. കൂടുതൽ ഉത്തരോത്തരം നമുക്ക് കാര്യങ്ങളും കരുത്തും ചെയ്യാനുള്ള വിഭവങ്ങളും ശക്തിയും അതിൻ്റെ റിസോഴ്സും എല്ലാം സ്വാമി നൽകും. ഇത് ഈ 100ാം ജന്മ ദിനം കൊണ്ടാടുന്ന ഭഗവാൻ സത്യസായി ബാബയുടെ ഈ അവസരത്തിൽ സ്വാമി ഇവിടെ എഴുന്നള്ളി അതിന് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു പോയ സ്വാമിയോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഉത്തരോത്തരം നന്നായിട്ട് ചെയ്യാൻ നമ്മൾ ആരും കർത്തൃത്വ ബോധം നമുക്കില്ല, നമ്മൾ ആരും ഒന്നും ചെയ്തില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കരുക്കൾ ഒരുക്കി വെച്ചു. ബാക്കിയെല്ലാം 22ാം തീയതി സ്വാമിയാണ് നടത്തിച്ചത്. സ്വാമി തന്നെയാണ് ഇതിന്റെ ഡൂവർ, കർത്തൃത്വം. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം സ്വാമി തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സായിരാം. നമ്മുടെ ടീമിന് വേണ്ടി സ്നേഹാദരം ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണൻകുട്ടി അവർ, അദ്ദേഹത്തിന് എന്താണ് ആ സമയത്ത് ഭഗവാന്റെ സാരഥിയായി വാഹനം തെളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം 2 മിനിറ്റ് കൊണ്ട് അത് മറുപടി പ്രസംഗം പോലെ ചെയ്യണമെന്ന് അദ്ദേഹത്തെ സ്നേഹാദരം ക്ഷണിക്കും. സൈരാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാകട്ടെ. വിശദമായി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനൊന്നും ഇല്ല. എന്നിരുന്നാലും സാരഥി എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ സമിതികളിലും പോയി. അപ്പോൾ സാറ് സാരഥി ആയിട്ട് നിങ്ങൾ വരണം. അത് കഴിഞ്ഞ് പറഞ്ഞ് 2-3 ഡ്രൈവേഴ്സൂടെ ഉണ്ട്, പേടിക്കൊന്നും വേണ്ട, എന്നെ ഒന്ന് ഒരു ധൈര്യം തരാൻ വേണ്ടി നമ്മുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് മറ്റെല്ലാവരും പറഞ്ഞു. പക്ഷേ 23-ാം തീയതി രാവിലെ 22-ാം തീയതി രാവിലെ വണ്ടി ഭഗവാന്റെ രഥം കയ്യിൽ തരുമ്പോൾ വിളിച്ച ഡ്രൈവേഴ്സിനൊന്നും എത്താൻ പറ്റിയില്ല. അങ്ങനെ 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഫുൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭഗവാൻ എന്നെ നയിച്ചു എന്നോണം പറയാൻ. അങ്ങനെ ഒരു തടസ്സവും കൂടാതെ ഭഗവാൻ പാറശാലയിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് കൈമാറി. ഇതില് പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വണ്ടിക്ക് മറ്റൊരു തടസ്സമില്ലാതെ വണ്ടി വരുന്ന ഭാഗത്ത് എല്ലാ വണ്ടികളും ട്രാഫിക് ആയാലും സിഗ്നൽ ആയാലും എല്ലാം മാറി
നമ്മുടെ വണ്ടി പോകാനുള്ള സൗകര്യം ചെയ്തു തരുന്നു. ഞാനും 10-20 വർഷമൊക്കെ ട്രാൻസ്പോർട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ ഓടി. പക്ഷെ ഇത്രയും ഭവ്യതയായിട്ട് നമുക്ക് റോട്ടിൽ കൂടെ വണ്ടി ഓട്ടിച്ചു പോകാനുള്ള ഒരു സന്ദർഭം ഭഗവാൻ തന്നതിൽ ഭഗവാന് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് റോട്ടിൽ വന്നപ്പോൾ ബസ് എൻ്റെ മുമ്പ് കൊണ്ട് നിർത്തി തന്നു കയറാനായിട്ട്. അവിടെ നിന്ന് ബസ് കയറി തിരുവനന്തപുരം വരാൻ നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 30-35 മിനിറ്റ് മാക്സിമം. ഇന്ന് തന്നെ ഞാൻ ഭഗവാനെ ഏത് രീതിയിൽ കൊണ്ടുപോയോ അതേപോലെ തിരുവനന്തപുരത്ത് കൊണ്ടുവിട്ടു. 1-1.25 മണിക്കൂർ എടുത്തു. എന്നുവെച്ചാൽ റോഡെല്ലാം ട്രാഫിക്ക്, വണ്ടി ബ്രേക്ക് ചവിട്ടുകയോ മറ്റൊരു തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെ കറക്റ്റായിട്ട് ആ ടൈം ആയപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഞാൻ എന്ത് വിചാരിച്ചു 6:30 പറഞ്ഞിരുന്നു, 6:30 എത്തുമോ എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ആദ്യമായിട്ട് എന്നെ സമാധിയിൽ കയറ്റി. ഇതെല്ലാം ഭഗവാന്റെ കൃപയാണ്. ഭഗവാൻ എന്നും നമ്മുടെ എല്ലാവരുടെ കൂടെയും ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ സ്വാമിയുടെ പാതുകം വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭഗവാൻ വന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യങ്ങളാണ് നമ്മളുണ്ട്. അതുപോലെ നമ്മുടെ ടീം വർക്ക് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിനകത്ത് വന്ന സാധാരണ ഓഫീസ് ബെയറേഴ്സ് ഉൾപ്പെടെ സമിതി കൺവീനർമാര്, അതുപോലെ തന്നെ സാധാരണ ഡിവോട്ടീസ്, ഓരോ വാഹനങ്ങളും പ്രത്യേകം ഏൽപ്പിച്ച ആൾക്കാര്, അവരുടെ തന്നെ ആത്മാർത്ഥത എത്ര വളരെ ഭംഗിയായിട്ട് അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കഴക്കൂട്ടത്തുനിന്ന് വാഹനം ഇങ്ങനെ ഹൈവേയിലേക്ക് കയറുകയാണ്. കയറി ആദ്യം കുറെ വാഹനങ്ങൾ ഹൈവേ കടന്ന് ശ്രീകാര്യ സമിതിയുടെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് തമ്പിച്ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ഇന്നെന്താ ഇതേപോലെയാണ്, ഇവിടെ നേരത്തെ വരുന്നതാണ് നല്ലത്, 3:30-4:30 ഇടയ്ക്ക് വരണം, കുറച്ച് അധിക സമയം നമ്മൾ കഴക്കൂട്ടത്തായിപ്പോയി. അപ്പം നമുക്ക് അത്രയും സമയം പോയതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിങ്ങൾ എത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ ജ്യോതിലാൽ സാറിൻ്റെ കൊടുക്കട്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റൂ? ഞാൻ പറഞ്ഞു ശരി ചേട്ടാ കൊടുക്കണമെന്ന്. ജ്യോതിലാൽ സാർ ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ എത്രയും വേഗം വരാൻ നോക്കണം. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ VIP ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ നേരെ ഉടൻ തന്നെ അവിടുന്ന് സ്റ്റേറ്റ് പ്രസിഡന്റിനെ വിളിക്കുന്നു, ജില്ലാ പ്രസിഡന്റിനെ വിളിക്കുന്നു, കൂടെയുള്ള ആൾക്കാരെ എല്ലാവരെയും വിളിക്കുന്നു. ബാക്കി പല ഭാഗത്തേക്ക് പോയ എല്ലാ വാഹനയും ഇവരെയും കോർഡിനേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു കഴിവല്ല ഒരിക്കലും. ഒരു കോട്ടവും വരാതെ ഫോർട്ട് സമിതിയിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ ശ്രമിച്ചു. പല സ്ഥലത്തും മഴയുണ്ടായിരുന്നു, 3-4 സ്ഥലത്ത് നല്ല കഠിനമായ മഴയായിരുന്നു. പക്ഷെ ഒരാൾ പോലും മാറി നിൽക്കാതെ എല്ലാവരും നനഞ്ഞുകൊണ്ട് സ്വാമി കൂടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി വളരെ ഭംഗിയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ് ഈ ഒരു രഥയാത്ര ഏറ്റവും ഭംഗിയാക്കാനായിട്ട് സാധിച്ചെന്നുള്ളത്. ഈ ടീം വർക്കാണ് നമുക്ക് വേണ്ടത്. സത്യസായി സേവാ ഓർഗനൈസേഷൻ ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂണിറ്റിയാണ്. ഈ യൂണിറ്റി ഇല്ലെങ്കിൽ പോയി. നമ്മൾ പല സമിതികൾ, 26 സമിതികൾ നമുക്കുണ്ട്. ആ സമിതികളിലെല്ലാം പല തരത്തിലുള്ള ഡിവോട്ടീസ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാം ഒന്നാണ് എന്നുള്ള ചിന്ത വേണം. നമ്മുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് 26 സമിതികളാക്കി മാറ്റിയിരിക്കുന്നത്, അല്ലാതെ 26 സമിതികൾ വേണം എന്നുള്ള നിർബന്ധം കൊണ്ടല്ല. പക്ഷേ ഈ 26 സമിതിയിലുള്ള ആൾക്കാരും ഒരുപോലെ ഒരു മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സത്യസായി സേവാ സംഘടന പ്രവർത്തനം ഏറ്റവും ഭംഗിയായി ഭഗവാൻ ഇച്ഛിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ റൂറൽ ഏരിയയിലും അതുപോലെ സിറ്റിയിലൊക്കെ നമ്മൾ രഥവുമായിട്ട് പോകുമ്പോൾ രഥത്തിന്റെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിൽ നിന്നൊക്കെ ഓടി വന്ന് പ്രായമായവര്, വൃദ്ധരായിട്ടുള്ളവര്, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും പിള്ളേരും ചെറുപ്പക്കാരും എല്ലാം ഓടി വന്ന് തൊഴുന്നുണ്ട്. ഇവരൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ സ്വാമിയെ അവര് ഈശ്വരനായിട്ട് കാണുന്നോണ്ടായിരിക്കണമല്ലോ തൊഴുന്നത്. ഇല്ലെങ്കിൽ തൊഴുവില്ല. പക്ഷെ ഒരുപാട് പേര് ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട് എന്നും അവരെയൊക്കെ കാണാനും അവരെയെല്ലാം മുന്നിലേക്ക് നമുക്കെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിഷമമാണുള്ളത്. സത്യസായി ഡിവോട്ടീസ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സമിതിയുടെ കീഴിലും ഒക്കെ ഉള്ള ഡിവോട്ടീസ് ആയിട്ടുള്ള ആൾക്കാരോ ഇതുപോലെ ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമുക്ക് സ്വാമിയെക്കുറിച്ചോ സംഘടനയെക്കുറിച്ചോ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചോ എത്തിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇനിയെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മൾ ഇത്തരം ആൾക്കാരെ കണ്ടുപിടിച്ച് സമിതിയിലേക്ക് കൊണ്ടുവരാനെയും അവരെ ക്ഷണിക്കാനെയും സംഘടനാ പ്രവർത്തനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ചെയ്യണം. ആ ഒരു യൂണിറ്റി നമ്മൾ ഉണ്ടാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറച്ച് ഡീസലും കുറച്ച് മാൻ പവറും നമ്മൾ മിസ്യൂസ് ചെയ്യുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമുക്ക് ഇനി അങ്ങോട്ടും ഉള്ളത്. പക്ഷെ 100 വർഷമായി സത്യസായി സേവാ സംഘടന, സ്വാമി പറയുന്നത് നീയല്ലാതെ ആരെ ചെയ്യണത്? നമ്മളല്ലേ അതിന് ഉത്തരവാദിത്തപ്പെട്ടവര്. നമ്മളെല്ലാം സ്വാമി ഒരു മാലയിലെ മുത്തുകൾ പോലെ ഇങ്ങനെ കോർത്തു വെച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയാവോ? നമ്മളായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. നമ്മളെ സത്യസായി സേവാ സംഘടനയുടെ പ്രവർത്തനങ്ങളെ പതാകവാഹകരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. ഈശ്വരന്റെ മുന്നിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഈശ്വരന്റെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും ഓരോ കാര്യങ്ങളും ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണെന്നും നമുക്ക് ചിന്ത വേണം. സമർപ്പണമായിരിക്കുന്ന ഓരോ കാര്യങ്ങളും സമർപ്പണമായിരിക്കണം സത്യസായി സേവാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോ പേരും ചെയ്യേണ്ടത്. അത് സേവനമായാലും ശരി, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി, എന്ത് കാര്യമായാലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ ചില സ്ഥലത്തൊക്കെ നമ്മൾ പബ്ലിക് മീറ്റിംഗ് നടത്തുമ്പോൾ 2 or 3 സമിതികളെല്ലാം ചേർന്നാണ് മീറ്റിംഗ് നടത്തിയത്. അപ്പൊ ഇതില് കുറച്ച് സാമ്പത്തികമായി മോശമായ സമിതി ഉണ്ടാവാം, കുറച്ച് ഭക്തന്മാർ കുറവുള്ള സമിതികൾ ഉണ്ടാവാം. പക്ഷെ ഈ 3 സമിതികൾ ചെയ്യുമ്പോൾ ഈ 3 സമിതികളും ഒരുമിച്ച് ചേർന്ന് എത്ര ഭംഗിയായിട്ട് അവർക്ക് അത് ആസൂത്രണം ചെയ്യേണ്ടത് സാധിച്ചു എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്തുകൊണ്ട് വരുന്ന കാലത്ത് നമുക്ക് തുടർന്നുകൂടാ? അല്ലെ, വീക്കായ സമിതികൾ നമുക്ക് കൂടെ ചേർത്ത് പിടിച്ചുകൂടാ? നമ്മുടെ ഒരു സഹോദരൻ വീക്കാണെങ്കിൽ നമ്മൾ അതിനെ കൂടെ ചേർത്ത് പിടിക്കില്ലേ? അതുപോലെ നമുക്ക് പറ്റണം. അതായിരിക്കണം നമ്മുടെ ചിന്ത. സത്യസായി സേവാ ഓർഗനൈസേഷൻ ഭഗവാൻ തന്നത് അതിനു വേണ്ടി തന്നെയാണ്. യൂണിറ്റി ഏറ്റവും പ്രധാനമാണ് സത്യസായി സേവാ സംഘടനയെ സംബന്ധിച്ചിടത്തോളം. ഭഗവാൻ പരസ്യങ്ങളിലൂടെന്നല്ല സത്യസായി സേവാ സംഘടനയ്ക്ക് ഇത്രയേറെ പ്രാമുഖ്യം ലോകത്ത് കിട്ടിയത്. ഇത്രയോ ലോകം അറിഞ്ഞ അങ്ങനെയല്ല, സ്വാമി പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. ഓരോ പ്രവർത്തനങ്ങളും സ്വാമി നമുക്ക് കാണിച്ചു തന്നതാണ്, മാതൃകയായിരുന്നു. സാർ ഇവിടെ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകാനൊന്നും പോകുന്നില്ല. ഒരു രോഗിയും അവരടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകും. പക്ഷെ സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. നീ ചെയ്യേണ്ടത്, നീ മാതൃക കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവർക്ക് നീ മാതൃകയാവണം. എങ്ങനെയാണ് നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന്റെ മാതൃക നീ കാണിച്ചു കൊടുക്കണം. അതാണ് മെഡിക്കൽ ക്യാമ്പ് പോലെയും അതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ എല്ലാം വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ വരുന്ന കാലഘട്ടങ്ങളിലുള്ളത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മൾ മാതൃകയാവുകയും അതുപോലെ തന്നെ സമിതി പ്രവർത്തനങ്ങളിൽ വളരെ യോജിപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും നമുക്ക് ചെയ്യണം. ഈ ഒരു രഥയാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് നമുക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. എല്ലാ പ്രവർത്തകരെയും നമുക്ക് ഒരുമിച്ച് കൂടെ നിർത്താൻ പറ്റട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം ഈശ്വരൻ തന്നത് നമ്മൾ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതായിരിക്കണം ഈ രഥയാത്ര കൊണ്ട് നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാവേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ഈശ്വരനോട് എല്ലാം കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു രഥയാത്രയ്ക്ക് മുന്നിലിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനോട് അങ്ങേയറ്റം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു ജന്മത്തിൽ എനിക്ക് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ഞാനത് ആസ്വദിച്ചു എന്നുള്ളതാണ്. അതിന് ഞാൻ ഭഗവാനോട് 100 നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. കഴിയുന്നിടത്തോളം എല്ലാവരും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പങ്കെടുക്കാനൊക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ കൃപയും കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം.